നമുക്കൊരു ഹോം മെയ്ഡ് സോയിൽ ക്ലേ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ മണ്ണെടുക്കുന്നത് അത് കളച്ചെടുക്കണം കേട്ടോ. മേലുള്ള ചരക്കല്ല് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല മണ്ണൊക്കെ എടുക്കണം. ഇതൊക്കെ ഞാൻ അത്യാവശ്യം മുൻ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളം ഒഴിക്കണേ. ഞാൻ ഉള്ളിൽ നിന്ന് മണ്ണെടുത്തിട്ടും ഇത് കിട്ടിയിരുന്നു കേട്ടോ. നിങ്ങളങ്ങനെ കൈയിട്ടിളക്കാണ് നല്ലത്. കുഴപ്പമൊന്നുമില്ല, അലർജറ്റിക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൈയിട്ടിളക്കാവട്ടെ നല്ലത്. തുണി വെച്ച് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പഴയ ഏതെങ്കിലും തുണിയൊക്കെ എടുത്താൽ മതി കേട്ടോ. വീട്ടിലുള്ള പുതിയ തുണിയും കാര്യങ്ങളൊന്നും എടുക്കരുത്. പഴയ തുണി വെച്ച് ഞാൻ ആദ്യം ആ മണ്ണ് എടുത്തിട്ട് അടിയിൽ മണ്ണ് കോരി എടുത്തിട്ടായിട്ട് അരിച്ചെടുക്കുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന സാധനം ഒഴിവാക്കുന്നുണ്ട്. ഈ മണ്ണെടുത്തപ്പോൾ ഞാൻ അതിക്ക് പച്ചവെള്ളമാണ് ഒഴിച്ച് കൊണ്ടാണ് ഒന്ന് തരിച്ചെടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. കുറച്ചും കൂടി ക്ലേ കിട്ടും വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഞാനൊരു ബനിയൻ ക്ലോത്താണ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അത് വലിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കധികം അത് തരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ വായനാര് വെച്ചൊന്ന് കെട്ടി കൊടുത്തിട്ടു. ആ വായനാര് പിന്നെ കുറച്ച് വിളകി പോകുന്നൊക്കെ ചെയ്തിരുന്നു കേട്ടോ. വേണ്ട, പക്ഷെ നല്ല ക്ലോത്താണെന്നുണ്ടെങ്കിൽ തന്നെ നിൽക്കും കേട്ടോ. തോർത്തുണ്ടോ പഴയ തോർത്തുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാൻ മതി കേട്ടോ. ഞാൻ നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പച്ചവെള്ളമായിട്ട് വയ്ക്കുന്നത്. പിന്നെ ഞാൻ ചളിവെള്ളം മാത്രം എടുത്തിട്ട് വരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ
അപ്പോൾ അത് കയ്യിൽ വെച്ചിട്ടാക്കിയിട്ട് ഞാൻ പൊട്ടത്തരം കാണിച്ചതാണ്. വലിയ എന്തെങ്കിലും പാത്രത്തിൻ്റെ മേലെ വെച്ചിട്ടാണ് കേട്ടോ. അതാക്കാൻ ഒരു ബക്കറ്റിൻ്റെ മേലെ വെച്ചത് നന്നായി വരും കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ അത്യാവശ്യം ക്ലേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് പറയുമ്പോൾ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളായിരുന്നു, എന്നിട്ടും അത്യാവശ്യം ക്ലേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ക്ലോത്തിലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ആദ്യത്തെ ക്ലോത്തിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല കിഴി കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ക്ലോത്തിലാണ് ഞാനെൻ്റെ ചട്ടിൻ്റെ മേലെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എനിക്ക് അതിലേക്ക് ഒഴിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് വെള്ളമൊക്കെ വാർന്ന് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടും, നിങ്ങൾ പെട്ടെന്ന് ചെയ്താൽ കേട്ടോ. ഞാൻ ആ ചെറിയ കിഴി പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിരുന്നു. ആ വലിയ കിഴി അത്യാവശ്യം ടൈം കൊടുത്തിരുന്നു കേട്ടോ. ചെറിയ കിഴി ഒരു ദിവസം കൊണ്ട് തന്നെ ചില ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു 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 കിഴിയാക്കി ഇടുകയാണ് ഒന്നുകൂടി നല്ലത് കേട്ടോ. ഡ്രൈ ആയതിൻ്റെ ശേഷം കാണിക്കുന്ന ക്ലിപ്പാണ് ഇട്ടത്. പിന്നീട് ഞാനത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. 1 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്ത് ഞാനത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കിട്ടിയ കിഴി 2 കിഴിയും കൂടിയും ഒന്നാക്കിയിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ആ ക്ലിപ്പൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, കാര്യം ഭയങ്കര ലോങ് ആവും, അതുകൊണ്ടാണ് കേട്ടോ. പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇട്ടിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ആദ്യം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ എടുത്ത് വെക്കുന്നത്. നമുക്ക് അത്യാവശ്യം തോന്നെ ക്ലൈനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീഷോയിൽ കിട്ടുന്ന സെയിം പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തീരെ കരിയോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലിയർ ക്ലേ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.